കേരളത്തിലൊരു കൂട്ടരുണ്ട്, ചില കൂട്ടരുണ്ട്, അവർ ചില കൾട്ടുകളാണ്. എന്താ അവരെ വിഷയം? പേടിപ്പിച്ചിട്ട് അവരെ കൂട്ടത്തിൽ കൂട്ടുക. സമസ്ത തെറ്റാണ്, ലീഗ് തെറ്റാണ്, അത് തെറ്റാണ്, AP തെറ്റാണ്, EK തെറ്റാണ്, അങ്ങനെ ഇതൊന്നും ഖിയാമത്ത് രക്ഷപ്പെടില്ല, ഞങ്ങളൊപ്പം കൂടിക്കോളിന്നറിയാം. ഞാൻ ഈ റമളാൻ മുഴുവങ്ങളോട് പറഞ്ഞാൽ എന്താ, ഇതൊക്കെ ശരിയാണ്. പക്ഷേ അതിൻ്റെ ആത്മീയത ഇന്ന് ചോർന്നു പോകാതെ നോക്കണം. ഇതൊക്കെ ഇവിടെ വേണം, ലീഗ് വേണം, കോൺഗ്രസ് വേണം, ഇതൊക്കെ വേണം. രാഷ്ട്രീയവാദം ഇന്നത്തെ സാഹചര്യത്തിൽ ആത്മഹത്യപരാണ്. ഒരു രാഷ്ട്രീയവാദം ഉണ്ടാകണം, ഇല്ലെങ്കിൽ ജനം നശിപ്പിക്കും. ജനത്തെ നശിപ്പിക്കും. എല്ലാവർക്കും ഒരു പണിയെടുക്കാൻ കഴിയില്ല. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയും, എന്താ ലീഗേര് പറയാത്ത എന്ന് പറയും. നമ്മൾ ദേഷ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പറയാൻ ഇവിടെ ഒരു വിഭാഗം ഉണ്ടായതുകൊണ്ടല്ലേ. അപ്പോൾ അവർ പറയുന്നുണ്ട്, അവരാൾ കഴിയുന്ന വിധത്തിൽ പറയുന്നുണ്ട്. നമ്മളെപ്പോലത്തെ ആളുകൾ അവരെ ചൂടാക്കണുണ്ട്. എനിക്കൊല്ല ചൂടാക്കണ പണിയാണ്. എന്തിനാണ് ഈ ചൂടാക്കണത്? അവരൊന്നും കൂടി പറയണം. ആ വിഭാഗം ഇവിടെ ഇല്ലാതായ ആര് പറയും? ഈ ലീഗിനെ ഇവിടെ നശിപ്പിച്ചാൽ, ഈ കോൺഗ്രസ് നശിപ്പിച്ചാൽ, ഈവൻ കമ്മ്യൂണിസ്റ്റ് നശിപ്പിച്ചാൽ നിങ്ങൾക്ക് ഈ പകരാരാള്? ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല, പക്ഷെ അതുകൊണ്ട് ഇവിടെ ഗുണമുണ്ട്. ഒരു ദിവസം പണിയെടുത്താൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഒരു കൂലി കിട്ടിയാൽ അതുകൊണ്ട് പാർട്ടി മാത്രമാണ്. അത് ഞങ്ങൾ എന്തറിഞ്ഞത് അതാണ്. കാരണം ഞങ്ങൾ ഈ ആജ്യന്മാരും മറ്റോരും മര്യാദയ്ക്ക് പണിക്കാർക്ക് കൂലി കൊടുക്കൂലായിരുന്നു ഒരു കാലത്ത്. അങ്ങനത്തെ ഒരു കാലം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം CITU STU INDUC ഇതൊക്കെ ഉണ്ടായി. കൂലി വാങ്ങാൻ വേണ്ടി അപ്പുറത്തുനിന്ന് ചുവന്ന തലയും കെട്ടും കെട്ടി ആളോട് വരും. അപ്പം നിങ്ങൾ മര്യാദയ്ക്ക് കൂലി കൊടുക്കും, പേടിച്ചിട്ട് ഇപ്പം തന്നെ കൊടുക്കും. അങ്ങനെ ഒരു കാലം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ടെല്ലാം ഉപകാരമുണ്ട്. ഇതുകൊണ്ടൊക്കെ ഉപകാരമുണ്ട്. ഇതുകൊണ്ടെല്ലാം ഉപകാരമുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അധികാരം പഴയ അധികാരമാവില്ല, ശ്രദ്ധിച്ചു പോവും. എന്തുകൊണ്ട്? ഒരു എതിർശക്തി ഇവിടെ ഉണ്ട്. ആ എതിർശക്തി ഇല്ലാത്തത് കൊണ്ടാണ് അത് നശിച്ചത്. 3-2 ഭൂരിപക്ഷം ഉണ്ടായിട്ട് രാജ്യത്തെ ഭരണഘടന തിരുത്താനുള്ള ഒരു അവകാശം ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിച്ചതാണ്. കോൺഗ്രസ് നശിച്ചു പോകാനുള്ള കാരണം. അപ്പോൾ ശുഭാപ്തി വിശ്വാസം കൂടി. ഒരാൾക്കും ശുഭാപ്തി വിശ്വാസം കൂടരുത്. ഇത് ലോകമാണ്, ഇത് ഭൂമിയാണ്, ഇത് ദുനിയാവാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പം ഇവിടെ ചിന്തിക്കേണ്ടത് ഒരു കൂട്ടരുണ്ട് ഇവിടെ. ആ കൂട്ടർ ചെയ്യുന്നത് 100% തെറ്റാണ്. എന്താണ് അവർ ചെയ്യുന്നത്? ഞങ്ങളെ കൂടെ കൂടിക്കോളി, മൂല്യന്മാരൊന്നും സത്യം പറയണില്ല, ഞങ്ങളെ കൂടെ കൂടിക്കോളി. മൂല്യന്മാർ നിങ്ങളെ ചതിക്കാണ്. ഇത് ഞാൻ പറയുന്നതും അവർ പറയുന്ന 2 ഭാഷയിലാണ്. മനസ്സിലാണ്ടേ? ഞാൻ പറയുന്ന ഭാഷ വേറെ, അവർ പറഞ്ഞ ഭാഷ വേറെയാണ്. അവരിതിന്ന് അടർത്തി കൊണ്ടുപോകാണ് ഒരു ജനത്തെ. ആ ജനം പിന്നെ അഹ്ലുസുന്നയിലേക്ക് തിരിച്ചു വരില്ല, ദീനിലേക്കും തിരിച്ചു വരില്ല. പിന്നെ ഈ കൾട്ടുകൾ മാറിപ്പോകും. മാറിപ്പോകുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം മാറിപ്പോകും എന്ന് പറഞ്ഞാൽ അവർ പിന്നെ 3 വക്കത്ത് വരെ പോകും. നിസ്കരിക്കണ്ടെന്ന് പറയും. നിസ്കരിക്കണ്ടെന്ന് പറയുന്ന ഈ കൾട്ടുകൾ ഇന്ന് ഇവിടെ ഉണ്ട്. ലോകാവസാനം ഭയപ്പെടുത്തുന്നവർ നിസ്കരിക്കണ്ടെന്ന് പറയുന്ന കൂട്ടർ കേരളത്തിലുണ്ട്. നിസ്കരിക്കണ്ട. ഇത് വളരെ ചിന്തിക്കണം. അപ്പം അതിനൊന്നും ഒരാൾ മെനക്കെടുത്തൊരു പുതിയ സംഘടന ഉണ്ടാക്കാൻ നോക്കരുത്. പുതിയ സംഘടന ഉണ്ടാക്കിയാൽ അള്ളാന്റെ കോടതി നിങ്ങൾ കൊടുങ്ങും. എന്തുകൊണ്ട്? തുലൂഉൽ ഇസ്ലാം എന്നൊരു സംഘടന ഉണ്ടാക്കി. ഇഖ്ബാലിൻ്റെ പേരിൽ ഒരു സംഘടന ഉണ്ടാക്കിയതാണ് തുലൂഉൽ ഇസ്ലാം. ആ സംഘടനയാണ് പിൽക്കാലഘട്ടത്തിൽ ചേകനൂരിസമായി മാറിയത്. പാകിസ്ഥാനിൽ തിരിഞ്ഞിട്ടില്ല. പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ 3 വഖത്ത് നിസ്കരിച്ചാൽ മതി എന്നത് ഇഖ്ബാലിൻ്റെ പേരിൽ സംഘടിച്ച സംഘടനയാണ്. ഇവിടെ അത് ചേകനൂര, അവിടെ ഇത് ഇഖ്ബാലിൻ്റെ ആളുകളാണ്. ഇഖ്ബാലോ മുത്തക്കയ മനുഷ്യനാണ്. പക്ഷെ ആ തഖ്വ ആ സംഘടനക്ക് പിൽക്കാലഘട്ടത്തിൽ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇനി സംഘടന ഉണ്ടാക്കേണ്ട കാലമല്ല. സംഘടന ഉണ്ടാക്കും മുതലെടുപ്പ് പേര്. ഇനി ഉള്ളത് ശുദ്ധീകരിച്ച് കൊണ്ടുപോകേണ്ട കാലമാണ്. ഇനി സമസ്തക്ക് പകരം പുതിയൊരു സാധനം ഇവിടെ ഉണ്ടാക്കേണ്ട കാലമല്ല. ഉള്ളത് ശുദ്ധീകരിച്ച് കൊണ്ടുപോകണം. ശുദ്ധീകരിക്കുമ്പോൾ നമ്മളെപ്പോലത്തെ ആളുകൾ കുറേ തല്ല് കിട്ടും, ചീത്തപ്പ കിട്ടും. ആയിക്കോട്ടെ, അതിൻ്റെ അർത്ഥം നാശമായിന്നുമല്ല. പണി നടന്നുകൊണ്ടേയിരിക്കണം. ബഹർ അങ്ങനെ നിന്നാൽ ബഹർ കിട്ടുമോ? ബഹറിൽ അടി നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ബഹർ
ബഹറായി നിലനിൽക്കുന്നത് ആണോ അല്ലേ? പറകുട്ടി, ബഹറായി നിൽക്കുന്നത് തിരമാല കാരണമാണ്. എന്താ തിരമാലക്ക് പണി? ഒരു തിരമാല മറ്റേ തിരമാലിനെ ഡും, അപ്പോഴത്തേനും അടുത്ത തിരമാല ഡും. ഈ അടി നടക്കുന്നത് കൊണ്ടാണ് ബഹറായി നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് കെട്ട വെള്ളമാണ്. അതിലെ വെള്ളം തൊഹൂറാന്ന് മുസ്തഫ നബി. എന്തുകൊണ്ട് അതിലെന്ത് നടക്കുന്നുണ്ട്? അടിയിലും തിരമാലുണ്ട്. ഉറങ്ങല്ലേ. ലോകത്തെ ഏറ്റവും ശുദ്ധവെള്ളങ്ങളിൽപ്പെട്ട ത്വാഹിറും അല്ല, ത്വാഹിറല്ല. ഇപ്പൊ തേങ്ങവെള്ളം ത്വാഹിറാണ്, കടൽ വെള്ളം പറ ചങ്ങാതി, തേങ്ങവെള്ളം ത്വാഹിറാണ്. പക്ഷെ ത്വാഹിറാകുക എന്നുള്ള കുടിക്കാനേ പറ്റുള്ളൂ, ശുദ്ധീകരിക്കാൻ പറ്റൂല. ത്വാഹിർ കഴിഞ്ഞിട്ടാണ് തൊഹൂറുണ്ടാകുക. കടൽ വെള്ളം ഉപ്പ് സഹിക്കുകയാണെങ്കിൽ എനിക്ക് കുടിക്കുകയും ചെയ്യാം. തൊഹൂർ ത്വാഹിറിന്റെ പുറത്തുണ്ടാകുന്നതാണ് എന്ത്? പറ മോനെ, എന്ത്? തൊഹൂറ്. പിന്നെ ഉപ്പായതുകൊണ്ട് നമ്മളെ അതിൻ്റെ രുചി ഏൽക്കില്ല, പ്രഷർ കൂടുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. അല്ലാതെ ത്വാഹിറല്ല. ത്വാഹിറുമാണ്. പിന്നെന്തുമാണ്? സ്വയം ശുദ്ധിയുള്ളതോടെ. തൊഹൂറിനർത്ഥം പറ, തൊഹൂറിനർത്ഥം പറ. സ്വയം ശുദ്ധിയുള്ളതോടെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും കഴിയുന്നത്. തേങ്ങവെള്ളം, കഞ്ഞിവെള്ളം സ്വയം ശുദ്ധിയുള്ളതാണ്, പക്ഷെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിവില്ല. കടൽ വെള്ളം പറേ, സ്വയം ശുദ്ധിയും ഉണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ കഴിയും ചെയ്യും. അപ്പൊ അതാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് എന്താ നടക്കുന്നത്? അതിൽ മൗജ് ഉണ്ട്. എവിടെ മൗജ്? അടിയിലും തല്ല്, മേലെയും തല്ല്, തല്ലോട് തല്ല്. അവസാന കാലത്ത് തല്ല് നടക്കണം. തല്ല് നടന്നാലേ സത്യം വെളിവാകുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഏകാധിപത്യം ഉണ്ടാവും. അപ്പൊ അതും ഈ പ്രസ്ഥാനങ്ങളിൻ്റെ ഉള്ളിൽ തല്ല് നടക്കുന്നത് അള്ളാഹു ഇതിനെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ചെങ്ങായി. ഇല്ലെങ്കിൽ 4 മോനിയന്മാർ പറയാം നമ്മളാട് കേൾക്കുക, അത് 3-ാം ദിവസം പൊളിഞ്ഞടിയാടും. അപ്പൊ എന്തിനാണ് വിമർശിക്കുന്നത്? അടിയാണത്. അപ്പൊ അടിയോടടിയ. കടൽ വെള്ളത്തെ തൊഹൂറാക്കിയത് കടൽ വെള്ളത്തിലെ എന്താണ്? എന്താണ്? അടിയിലും മേലെയും എന്ത് നടക്കുന്നുണ്ട്? തല്ല് നടക്കണ്ടടാ. നിങ്ങളെ പ്രസ്ഥാനത്തിലല്ലേ പെരുന്തല്ല് നടക്കണമെന്ന് പറയുന്ന വിഡ്ഢിയെ. എൻ്റെ പ്രസ്ഥാനത്തിൽ നടക്കാത്ത കെട്ടുകൊണ്ടാണ്. ഞങ്ങളെ പ്രസ്ഥാനത്തിൽ നടക്കുന്നത് ഖിയാമത്ത് നാൾ വരെ പഠിച്ചോൻ ഇതിനെ ബഹറാണിത്. ഇത് ബഹറായി നിലർത്ത റബ്ബ് ഉദ്ദേശാണ്. അപ്പൊ അടി കിട്ടണ ഉറപ്പല്ലേ? അപ്പൊ തിരമാല ആകാൻ ഒരു വെള്ളം തയ്യാറായെങ്കിൽ ഉറപ്പിക്കണം, ഈ തിരമാല വേറെ തിരമാലയെ തല്ലും, അപ്പോഴത്തേനും വേറെ തിരമാല ഇതിനെയും തല്ലും. ഇനി ആ തിരമാലയും മഹാനം ചേർക്കണ്ട, അതിനെ മറ്റൊരു തിരമാല തല്ലും. തല്ല് നടന്നേ പോവും. അപ്പൊ എന്തു നടക്കും? തൊഹൂരിയത്ത് മനസ്സിലായില്ല. അപ്പൊ ഇതൊക്കെ വിട്ടുപോയാൽ നമ്മൾ നശിക്കും, നമ്മൾ നശിക്കും. ഇതിവിടെ നിലനിൽക്കന്നെ വേണം, തീർച്ചയായും നിലനിൽക്കണം. അപ്പൊ ഈ കൾട്ടുകൾക്ക് നിങ്ങൾ ഭയപ്പെടുക. അവർ മുതലെടുപ്പാ. അവർക്കൊരു ഇമാമുണ്ടാവും, ഇവർക്ക് ഒരു പിരിവുണ്ടാവും. ഒരു 4 ആളെ കിട്ടിയാൽ ജീവിക്കാവുന്നതാണല്ലോ ഇപ്പൊ ദീന്. ഭട്ടത്തിൽ ജീവിക്കുക 4 ആളെ, എന്നിട്ട് അയിമ ജീവിക്കുക. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അപ്പൊ ഇത്തരം കൾട്ടുകൾ സമൂഹത്തെ നശിപ്പിക്കും. ലോകാവസാന കൾട്ടുകൾ, ഡൂംസ് ഡേ കൾട്ടുകൾ എന്ന് പറയും ഈ കൾട്ടുകളെ. ഇതെല്ലാ മതത്തിലുണ്ട്, ഇതെല്ലാ മതത്തിലുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയാം, 1970 സിസ്റ്റത്തിലാണ് എൻ്റെ എന്താ ഒരു ഡൂംസ് ഡേ മാസക്കേർ നടക്കുന്നുണ്ട്. An apocalyptic cult, 900 dead, remembering the Johnstown massacre 40 years. അതായത് 1978
ജോൺസ് ടൗണിൽ ഒരു മാസക്കേർ ഒരു കൂട്ടക്കൊല നടന്നിട്ടുണ്ട്. അതിൻ്റെ ദ ഗാർഡിയൻ പത്രം അത് അനുസ്മരിക്കാം. അതായത് 40 കൊല്ലത്തിൻ്റെ അനുസ്മരണം. അവിടെ ഒരു മാസക്കേർ നടന്നു, ഒരു കൂട്ടക്കൊല. എന്താ സൂസൈഡ് ചെയ്തു. 900 ആളുകളെയാണ് സൂസൈഡ് ചെയ്യിപ്പിച്ചത്. അവരെ നേതാവ് എന്ത് പറഞ്ഞു? ജോൺ എന്നൊരു നേതാവ് ഉണ്ടായിരുന്നു അവർക്ക്. പഞ്ച്ഡ് അറ്റ് ദ ഓർഡർ ഓഫ് കൾട്ട് ലീഡർ ജിം ജോൺസ് എന്നൊരു ലീഡർ ഉണ്ടായിരുന്നു. അയാൾക്ക് കീഴിൽ കുറേ ആളുകളുണ്ടായിരുന്നു. ഈ 900-ഓളം ആളുകളെ ഇയാൾ 978 ആത്മഹത്യ ചെയ്യിപ്പിച്ചു. കാരണം ലോകാവസാനം വരുന്നതിന് മുമ്പേ മരിച്ചോളി, നാളെ മറ്റന്നാൾ ലോകാവസാനം വരികയാണ്. 978 ഇതാ അവർ മരിച്ചു കിടക്കണ ഫോട്ടോ. അത് മരിച്ചു കിടക്കുക. അവർ എന്ത് ചെയ്തു? പിന്നെ പാനീയത്തിൽ സയനൈഡ് കയറ്റി എന്നിട്ട് കൊന്നു. അയാൾ തോക്കുധാരികളായ ആളുകളാണ് വളഞ്ഞു. ഒരാൾ ഓടിപ്പോകാൻ പാടില്ലായിരുന്നു. നാളെ മറ്റന്നാൾ ലോകാവസാനം ഉണ്ടാവുകയാണ്, മരിച്ചോളെന്ന് പറഞ്ഞു. അങ്ങനെ മരിച്ചു. അതിൻ്റെ തലേ ദിവസം ഇയാൾ എല്ലാവരെയും വിളിച്ചുകൂട്ടി, നമുക്ക് മരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും എന്ത് ചെയ്തു? വിഷമില്ലാത്ത വെള്ളം കൊടുത്തു. വിഷമില്ലാത്ത വെള്ളം കൊടുത്ത് എന്തിനെന്നാൽ ഇവരാര് വഴിപ്പെടൂലെന്ന് അറിയാൻ വേണ്ടി. ഓടിപ്പോകാൻ സമ്മതിച്ചില്ല, തോക്കും കൊണ്ടാണ് വളഞ്ഞു. അങ്ങനെ ഈ 900 ആളുകൾ മരിച്ചു. പിന്നെ അയാളും മരിച്ചു. അയാളും എന്ത് ഭീഷണക്കാരനാണ്, നാളെ മറ്റന്നാൾ ലോകാവസാനം ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ ഡൂംസ്ഡേ മാസക്കേറുകൾ നടന്നിട്ടുണ്ട് ലോകത്ത്. എത്ര സംഭവ ഈ വിഷയത്തിലുള്ളതെന്നറിയോ? ഭയങ്കര സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അത് ചില കൾട്ടുകളാണ്, അവർക്ക് അതിൻ്റെ പിന്നിൽ ലാഭമുണ്ട്. അന്ധവിശ്വാസികളുമാണ്. എന്തിനാ ഇയാൾ ജീവൻ പോയത്? അന്ധവിശ്വാസം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി. ഇതിനിടക്കുണ്ടായാലും ഒരു സംഭവം ഇപ്പം ഈ അടുത്ത കാലത്തുണ്ടായൊരു സംഭവമുണ്ട്. ഇതിനടുത്ത കാലത്തുണ്ടായൊരു സംഭവമുണ്ട്. അല്ലാഹു സ്വല്ലി വസല്ലം ബാരിക അലൈഹി. ഇത്രാം തീയതി ലോകം അവസാനിപ്പിക്കുമെന്ന് ചില യൂറോപ്യൻ സംഘടനകൾ പറഞ്ഞ ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു ബിഫോർ 4 years ആണെന്നാണ് എൻ്റെ ഓർമ്മ. 4 കൊല്ലം മുമ്പോ മറ്റോ. ഒന്നും സംഭവിച്ചില്ല. അങ്ങനത്തെ കൾട്ടുകൾ ലോകത്തുണ്ട്. അക്കൂട്ടത്തിൽ നിങ്ങൾ കൂടണ്ട. ആ കൂട്ടത്തിൽ ഇവിടെ കേരളത്തിൽ മുസ്ലിം സംഘടനകളുണ്ട്, മഹ്ദി സംഘങ്ങളുണ്ട്. മഹ്ദിൻ്റെ പേരിൽ സംഘങ്ങൾ ഇന്ന് ലോകത്ത് ഞാൻ അറിഞ്ഞോളത്തോളം 20ഓളം സംഘടനകളുണ്ട്, മഹ്ദി സംഘങ്ങൾ. ഞങ്ങളാണ് മഹ്ദിയുടെ ആളുകൾ. അതിൻ്റെ പേര് ചൂഷണം ചെയ്യുക ജനങ്ങളെ. മഹ്ദി സംഘങ്ങൾ എത്ര ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എത്രയോ. അതൊന്നു മാത്രമല്ല, AD 874 ജനിച്ച് 934 മരിച്ച, AD 1900 അല്ല, AD 874 ജനിച്ച് 934 മരിച്ച അബ്ദുള്ള അഹ്മദി ബില്ല, അതെ, അബ്ദുള്ള അൽ മഹ്ദി ബില്ല, ഫാത്തിമ ഖലീഫയായിരുന്നു. അയാൾ ഞാൻ മഹ്ദിയാന്ന് വാദിച്ച ആളാണ്. മഹ്ദിയാണെന്ന് വാദിച്ചാണ്. സഫാവിദുകളുടെ ഇടയിലുണ്ട്. സഫാവിദുകളാണ് അതിൻ്റെ ഇടയിലുണ്ട്. അങ്ങനെ ചരിത്രത്തിൽ പലപ്പോഴും ഞാൻ മഹ്ദിയാന്ന് വാദിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവർ ലോകാവസാനത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവരുമാണ്. മുസ്ലിങ്ങളിൽ മാത്രമല്ല, മുസ്ലിം അല്ലാത്ത വിഭാഗത്തിലാണ് ഇപ്പം ഞാൻ ഈ ജോണിൻ്റെ വിഭാഗത്തെ കാണിച്ചത്. മുസ്ലിങ്ങളല്ലല്ലോ. അത്തരം കൾട്ടുകൾ മറ്റു സമുദായങ്ങളിലുണ്ട്. മഹ്ദിയാന്ന് വാദിക്കുന്ന ഇഷ്ടം പോലെ, മിശിഹയാണെന്ന് വാദിക്കുന്ന ഇഷ്ടം പോലെ ആളുകൾ ഇപ്പോൾ ക്രിസ്ത്യാനികളിലുണ്ട്. അത് മുതലെടുപ്പ്, പിന്നെ വിഷാദരോഗം. അത് മാനസിക രോഗമാണ്. ഞാൻ മഹ്ദിയാണ് തോന്നൽ മാനസിക രോഗമാണ്. അതിന് പരിഹാരം ഉണ്ടാക്കണം. മഹ്ദിയാണെന്ന് മഹ്ദിയോട്ട് പറയില്ല. അതിൻ്റെ പേരിൽ കുറച്ചാളുകൾ തിന്നും കുടിച്ച് നടക്കൂല. അങ്ങനത്തെ ഒരു മഹ്ദിനെ ഉറപ്പിച്ചോളാം മഹ്ദിയല്ല. ഞാനാണ് മഹ്ദി, വരിയും മഹ്ദി. ഇത് മതി അറിയില്ല. മഹ്ദിൻ്റെ ഒപ്പം ആളോട് കൂടെ ചെയ്യുക. ജനങ്ങൾക്കൊരു ഉൾബോധനം ഉണ്ടാവും, ഒരു ഉള്ളറിവ്. ഇത് മഹ്ദിയാണ്. മഹ്ദിക്കും അറിയും, എന്നറിയും, അന്നറിയും. തൻ്റെ കുട്ടിക്കാലത്ത് മഹ്ദിയെന്നറിയില്ല. 40 വയസ്സ് കഴിയാതെ മഹ്ദിയെന്നറിയില്ല.
മഹദി പരിശീലനമില്ല, മഹദി ഇൻസ്റ്റിറ്റ്യൂട്ടില്ല, മഹദി സംഘടനയില്ല. യുസ്ലിഹു ഫീ ലൈല, ഒരു രാത്രിക്കിടയിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെടും ഞാനാണ് മഹദീൻ. പിറ്റേന്ന് രാവിലെ യൂറോപ്പ് തകരും. അതിൻ്റെ ഇടയിൽ ഇനിയൊരു വ്യത്യാസമില്ല. അതിനപ്പുറം മാനസിക രോഗം, ഭ്രാന്ത്, മാനസിക രോഗം ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട്. അങ്ങനെ അതിൻ്റെ പിന്നാലെ കൂടി ആളുകളുണ്ട്. ഒരു പേച്ച പോയി. മാനസിക രോഗി പേച്ചു എന്നല്ല, മാനസിക രോഗി രക്ഷപ്പെടും. എന്തുകൊണ്ട്? മാനസിക രോഗമാണല്ലോ. അതേസമയത്ത് അതിൻ്റെ പിന്നെ സംഘടന ഉണ്ടെങ്കിൽ പരാജയപ്പെടും. ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞു നിങ്ങളോട്, മിനിഞ്ഞാന്ന് പറഞ്ഞു ഒരു വലിയ നിസ്കരിക്കാതിരിക്കുക. അതേസമയം വലിയ ഒപ്പമുള്ള ആളുകളെ നിസ്കരിക്കാതിരിക്കണം. എങ്ങനെ? ഞാൻ അതിൻ്റെ മതബ് എനിക്കോട്ട് അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഒരാൾക്ക് മാനസിക രോഗം. ഇപ്പം മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിക്ക് സംഭവിച്ചത് അയാൾക്ക് മറ്റു ചില ആളുകൾ വിഷം കൊടുത്തതാണ്, ചില മരുന്ന് കൊടുത്തു, അങ്ങനെ ആക്കൽ നീങ്ങി എന്ന അഭിപ്രായമുണ്ട്. അപ്പോൾ അയാൾ നാളെ രക്ഷപ്പെടാം. അയാൾ ഭയങ്കര ആളാണ്. മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറഞ്ഞാൽ ചരിത്രം കണ്ടതിലെ വലിയ ഉഷാറുള്ള ആളുകളിൽ ഒരാളാണ്. അതായത് അയാളെപ്പോലെ വാദപ്രതിവാദം നടത്തിയ, മറ്റുള്ളവരോട് വാദപ്രതിവാദം നടത്തിയ, ഖുർആനിൻ്റെ പേരിൽ വെല്ലുവിളിച്ച ഒരാൾ ഒരു 100-300 കൊല്ലത്തിനുള്ളിൽ ലോകത്തുണ്ടാവില്ല. അത്രയും വലിയ ആളാണ്. അവസാനം മറ്റു പല ആളുകളും ഈ വ്യക്തിക്ക് ചില മരുന്ന് കൊടുത്തു. ആ മരുന്നിൽ അയാൾക്ക് എന്ത് നീങ്ങി? അക്കൽ നീങ്ങി എന്ന അഭിപ്രായം ചില പണ്ഡിതന്മാർക്കുണ്ട്. എന്നോട് ഖബീറായ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനിയ കാഫറാണെന്ന് ഇജ്ജ് പറയരുത് കേട്ടോ. അതേസമയത്ത് ഖാദിയാനികൾ കാഫറാന്ന് പറഞ്ഞ ആളാണ്. കാരണം അയാൾക്ക് എന്ത് സംഭവിച്ചതാകാം? പറയാം അക്കൽ നീങ്ങിയതാകാം. ഇവർക്ക് അക്കൽ നീങ്ങിയല്ലോ. ഇവിടെ എല്ലാം കൂടി ആ വെള്ളം കുടിച്ചിട്ടില്ലല്ലോ. അയാൾക്ക് നാളെ രക്ഷപ്പെടാൻ വകുപ്പുണ്ട്. കാരണം അയാൾക്ക് എന്ത് പറ്റിപ്പോയിട്ടുണ്ടാവും? പറയാം എന്ത്? ജുനൂനായി കഴിഞ്ഞാൽ മജ്നൂനു, ഭ്രാന്തന് മലക്കൾ എഴുതൂല. ഉറങ്ങിക്കിടക്കുന്നു ഉണരുന്നവരെ മലക്കൾ എഴുതൂല. അൽ മജ്നൂൻ ഹത്ത അഫാഖ, ബോധം തെളിയുന്നവരെ മലക്കൾ ഹത്ത യസ്ഹു. അയാൾ മനസ്സിലാവേണ്ട പറഞ്ഞത്, അയാൾക്ക് ബോധം തെളിയുന്നവരെ മജ്നൂന് മലക്കൾ എഴുതൂല. അയാൾ ആരാണ്? അക്കൽ നീങ്ങി, മറ്റുള്ളവർ ചതിച്ചതാകാം, അല്ലെങ്കിൽ പിരാന്തായതാകാം, അങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ. ചേകനൂരിന് ഭ്രാന്തായാലും ചേകനൂരികൾക്ക് ഭ്രാന്താവില്ലല്ലോ. എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായി. സപ്പോസ് അങ്ങനെ വെക്കാം. അപ്പം അയാൾക്ക് വിടുതി ഉണ്ടാവും, മറ്റൊരു വിടുതി ഉണ്ടാവില്ല. അപ്പം ഏതോ ഒരുത്തൻ മാനസിക രോഗിയായി ഞാനാണ് മഹ്ദി എന്ന് പറഞ്ഞാൽ ഇജ്ജയിൻ്റെ പിന്നാലെ കൂടണ്ട, അനക്കൻ ഉതിറില്ല. ഉഷാറിലിരിക്കണം. ഇപ്പം ചില കൾട്ടുകളാണ് എന്ത് മഹ്ദി സംഘം. ഇപ്പോൾ ലോകത്ത് 20-ലേറെ സംഘം, ഞാൻ പഠിച്ച സംഘങ്ങൾ ഇപ്പോൾ ലോകത്തുണ്ട്, പണ്ടുണ്ട്. ഇപ്പം സുഡാനിലുണ്ടായിരുന്ന ഒരു മഹ്ദിയാണിത്. ഇയാൾ 1885 മരിച്ചിട്ടുണ്ട്. ഇയാൾ മഹ്ദി. ഇയാളുടെ പേര് മുഹമ്മദ് അഹമ്മദ്. ഇയാൾ മഹ്ദിയാന്ന് വാദിച്ചു. ഇയാൾ ജനനം 1843, മരണം 1885. 1843 ജനിച്ചിട്ട് 1885 മരിച്ച ആളാണ് ഈ മുഹമ്മദ് അഹമ്മദ്. ഇയാൾ വാദിച്ചു എന്നല്ല, അയാളുടെ ലോകം കുഴങ്ങി. അവസാനം ബ്രിട്ടൻ അയാളോട് യുദ്ധത്തിന് വന്നു. 1885 ബ്രിട്ടൻ തോറ്റു ഇയാളെ സൈന്യത്തോട്. അയാൾ മഹദി സ്റ്റേറ്റ് സ്ഥാപിച്ച സുഡാനിൽ ഇയാൾ വാദിച്ചിട്ടുണ്ട്. കാരണം ഈ കൾട്ട് ഇവർക്കൊരു പ്രശ്നമുണ്ട്. ഇവർക്ക് അനുയായികൾ ഭയങ്കര തീവ്രവാദികളായിരിക്കും. കാരണം അവരെ മുന്നിൽ ഒന്നും പേടിക്കല്ല. കാരണം ലോകം നാളെ മനുഷ്യ അവസാനിക്കാൻ പോകല്ലേ. അപ്പം നമ്മൾ ചെയ്താൽ മരിച്ചോളാം. ഞാൻ ഇപ്പം പറഞ്ഞു ഇറാനികളെ പ്രശ്നം, ഈ ഇറാനികളോട് മുട്ടാൻ പോകരുത്. ഈ ഇറാനികൾ മാനന്മാരായതുകൊണ്ടല്ല. ഒരു കൂട്ടർക്ക് ജീവൻ പോകാൻ പേടിയില്ലെങ്കിൽ പിന്നെ ഓരോടും എന്തിനാ മുട്ടാൻ പോണത്? അത് വലിയ തലവേദന ഉണ്ടാക്കും. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അമേരിക്ക ഹോർമസ് വീടുകൾക്ക് പിടിച്ചടക്കി ഇറാനിയും പിടിച്ചടക്കിയാലും പ്രശ്നം തീരില്ല. കാരണം ഇവർ പ്രാന്തന്മാരാണ്.
ഈ പ്രാന്ത സംഘം ഇനി ലോകത്തിനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. നേതാക്കന്മാരെ കൊല്ലും, പിന്നെ അവരെ കൂട്ടത്തിൽ സെൽഫ് ബോംബുകൾ ഉണ്ടാവും, അങ്ങാടിനെ നടുവിൽ പൊട്ടും. അവരെ വിശ്വസിക്കാനേ പറ്റൂല ഒരു കാലത്തും. അവർ നമ്മളോട് കോംപ്രമൈസിക്കാനായാലും വിശ്വസിക്കാൻ പറ്റൂല. ഇപ്പം അലി ലാരിൻജാനിനെ കൊന്നു, അത് അവരെ രണ്ടാമത്തെ ആളാണ്, അതൊരു ബുദ്ധികേന്ദ്രമാണ്. ഇതിൽ അമേരിക്ക ചെയ്ത മുഴുവൻ ബുദ്ധിശൂന്യതയാണ്. അവരെ നിങ്ങൾ കൊല്ലണ്ട, ഇറാനെ തോൽപ്പിച്ചതാണ്. ഇറാനെ തോൽപ്പിച്ച് ഇറാനെ വൈപ്പെടുത്തിയ ശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്താലും സദ്ദാം ഹുസൈനെ കൊന്നതുപോലെയല്ല. സദ്ദാം ഹുസൈൻ ആത്മീയ നേതാവല്ല. അതേസമയത്ത് കാംനായി ആത്മീയ നേതാവാണ്. ആ ഒരു വാശി ജനങ്ങൾക്ക് വിടനല്ല. അതിൽപ്പെട്ട ഒരാളാണ് ഒരു ആത്മീയ നേതാവ്. ഇയാൾ മഹദി സ്റ്റേറ്റ് സ്ഥാപിച്ചു, തോൽപ്പിച്ചു. ആരെ? ബ്രിട്ടീഷ് സൈന്യത്തെ തോൽപ്പിച്ചു 1885. അന്ന് ബ്രിട്ടീഷുകാർ പിന്നെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ ആളുകളുമാണ്. എന്നിട്ട് തോറ്റ് ഓടി. കാരണം ആജാദി യുദ്ധമാണ് ഇവർ നടത്തിയത്. അതവരെ സ്റ്റേറ്റാ. ഈജിപ്തിൻ്റെ ഒരു ഭാഗം, സുഡാൻ്റെ ഒരു ഭാഗം, ഒരു വിശാലമായ സാമ്രാജ്യം സ്വന്തം സ്റ്റേറ്റാക്കി. ആര്? എന്താണ് മുഹമ്മദ് അഹമ്മദ്, എന്തല്ലേ പേര്? എന്താ മുഹമ്മദ് അഹമ്മദ്. 885 ഇയാൾ മരിച്ചു. പിന്നെ അയാളുടെ മകൻ അബ്ദുള്ള മുഹമ്മദ് രാജാവായി. അയാളെ പിന്നെ ബ്രിട്ടീഷുകാർ കൊല്ലണത് 1899. അയാളെ സൈന്യത്തിൻ്റെ യുദ്ധമാണിത്. ഒരു അന്തല്ലാത്ത ആളുകളാണ് അവരെ, ഒരു അന്തല്ലാത്ത ജനത. അവർ അങ്ങനത്തെ യുദ്ധമാണ്. അതായത് ആരുടെ മുന്നിലേക്ക് അവർ ചാടും. പിന്നെ കുറെ കാലം കഴിയുമ്പോൾ ജനങ്ങൾക്ക് ഇങ്ങനെ തോന്നിത്തുടങ്ങും ഞമ്മക്കേറ്റ പെച്ചോം. അപ്പം ആ യുദ്ധവീര്യം കുറയും. അപ്പോൾ ഒരു തോൽപ്പിക്കാൻ കഴിയും. ആദ്യകാലത്ത് തോൽപ്പിക്കാൻ കഴിയില്ല. ഭയങ്കര വാശിയായിരിക്കും. അവർ നേതാവ് ആത്മീയ നേതാവായിരിക്കും. ഇത് തനി ജഹാലത്തുമായിരിക്കും. ഇങ്ങനത്തെ സംഘങ്ങൾ ലോകത്ത് പല, അതിൽ മുതലെടുപ്പുണ്ട്. ഇത് രാഷ്ട്രീയ മുതലെടുപ്പ്. ഇതാ അവരെ പതാകയാണ്. യാ അല്ലാഹ്, ഇതാ അവരെ പതാകയിൽ എഴുതിയത്. ഇതാണ് പതാക, മഹദി സ്റ്റേറ്റിന്റെ പതാകയുണ്ട്. യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ റഹീം, യാ അഹദ്, യാ ഖയ്യൂം, യാ ദൽ ജലാലി വൽ ഇക്റാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദുൽ മഹ്ദി ഖലീഫത്തു റസൂലില്ലാഹ്. പിന്നെ ഒരു യുദ്ധം ചെയ്യൂലേ? മുഹമ്മദുൽ മഹ്ദി, മുഹമ്മദ് ബിൻ അഹമ്മദ് ആരാണ്? മഹ്ദിയാണ്, ഖലീഫത്തു റസൂലില്ലാഹ്. ഇതാണ് അവരെ പതാകയിൽ. അള്ളാഹു റസൂലിന്റെ പതാകയിൽ വരെ ഇജാതി എത്തില്ല. ആജാദി എത്താണ് അവരെ പതാകയിൽ. അങ്ങനെ 1000 അയാൾ മരിച്ചു. മരിച്ചിട്ട് ഇന്ന് അയാളെ മഖബറയത്. അപ്പൊ ഈ സംഘം ഇപ്പോഴും എവിടെ ഉണ്ട്? സുഡാനിലുണ്ട്. ഇതാണ് മഖബറ. ബ്രിട്ടീഷുകാർ 899 ഇയാളെ മഖബറ തകർത്തിയിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പൊ ഇറാനിൽ അവരൊരു ശക്തിയാണ്, ഇപ്പോഴും ശക്തിയാണ്. ഇപ്പൊ ഇയാളെ മക്കൾ, പേരെ കുട്ടികളൊക്കെ ഉണ്ട്.